അവരുടെ ഡിമാൻഡുകൾ നിങ്ങൾക്ക് താങ്ങാനാവുന്നതിനും അപ്പുറത്തായപ്പോൾ നിങ്ങൾ അവരെ കൊന്നു. ഇതല്ലേ സത്യം? സാറ് ചോദിച്ചതിന് സത്യം പറയണോ? മായമ്മയുടെ കൊലക്കുറ്റം തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾക്കൊരു പ്രതിയെ വേണം. അതിന് നിങ്ങളുടെ ഭാവനയിൽ ഉണ്ടാക്കിയ കെട്ടുകഥകളാ ഇതൊക്കെ. എനിക്കൊരു സ്ത്രീയുമായിട്ട് ഒരു അവിഹിത ബന്ധവും ഇല്ല. ഞാനൊരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുമില്ല. ആ കുട്ടിയെ കാണാതെ വന്നപ്പോ അതിനെ തിരക്കി ഇറങ്ങിയാണോ ഞാൻ. എന്റെ മോളെ മായമ്മ വിളിച്ചു പറഞ്ഞപ്പോഴാ ഞാൻ ആ കുട്ടിയെ തിരക്കി ഇറങ്ങിയത്. ദേ, ഈ സാറ് ഡ്യൂട്ടിയിലുള്ള സ്റ്റേഷനിൽ ചെന്ന് ഞാൻ കംപ്ലൈന്റ് പറയുകയും ചെയ്തു. എന്നിട്ട് താനാ മായമയെ കാറെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അത് കൊല്ലാനാണെന്ന് ഞങ്ങൾക്കറിയോ? താനും അവിടെ തമ്മിലുള്ള ആ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയതാ. ദൈവമേ, എല്ലാവരും കൂടി എന്നെ വീണ്ടും അകപ്പെടുത്തുകയാണല്ലോ. വീണ്ടും കരയാനാണല്ലോ എൻ്റെ ദേവിക്ക് വിധി. നിങ്ങളെന്തിനാ കരയുന്നത്? ആ സ്ത്രീയെ കൊന്നതിന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്താപം തോന്നുന്നുണ്ടാവും അല്ലേ? ഞാൻ ആ സ്ത്രീയെ കൊന്നിട്ടില്ല. ആ മഹാപാപം നിങ്ങൾ എല്ലാവരും കൂടി എന്റെ തലയിൽ കെട്ടിവെക്കരുത്. ഉള്ള സത്യവും സാഹചര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങളെ സഹായിക്കാൻ കഴിയും. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്റെ പിടിവിടും. അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞ് അന്വേഷണത്തോട് സഹകരിക്കണം. ഇതിൽ കൂടുതൽ സത്യം ഞാൻ എന്ത് പറയാനാണ് എന്റെ സാറേ? എന്റെ ദൈവത്തിനാണ് സത്യം. എന്റെ അമ്മയാണ്. ഈ ചരാചരങ്ങളാണ് സത്യം. ഞാനൊരു ഉറുപ്പിനെ പോലും കൊന്നിട്ടില്ല. ഒന്ന് മനസ്സിലാക്കാൻ എന്റെ സാറേ. എന്റെ ദൈവമേ, എന്റെ മനസ്സ് തുറന്ന് ഞാൻ എങ്ങനെ ഇവരെ കാണിച്ചു കൊടുക്കും? എനിക്ക് ഇത്രയും വേദനയും പരീക്ഷണങ്ങളും തരാൻ ഞാൻ എന്ത് തെറ്റാണ് ഭഗവാനെ ചെയ്തത്? മഹാദേവൻ, അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുക. സർ. ഇതൊരു മരിച്ച വീട് പോലെ ഉണ്ടല്ലോ. ഇത് കാണാനല്ലേ നീ ഏകാദശി നോറ്റത്? ഏകാദശി ഒന്നും നോറ്റില്ല. ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിച്ചു. ദേ നിന്റെ പഴയ ഭർത്താവ് വന്നു. അവൻ പഴയതാണെന്ന് ആര് പറഞ്ഞു? ആ, പാമ്പും പഴയത് തന്നെ നല്ലത് അല്ലേ? നീ വന്ന കാലം നിൽക്കാതെ കുറച്ചേറെ ഇവിടെ ഇരിക്കെ. നീ എന്തായാലും ഒരു മഹാകാര്യം ചെയ്തിട്ട് കയറി വന്നല്ലേ. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് സ്വന്തം വല്യമ്മാവനെ അറസ്റ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നു. ഭസ്മാസുരന് വരം കൊടുത്തു പോരായി പോയി ഇവന്റെ പോലീസ് ഉദ്യോഗം. അത് നേടിയെടുക്കാൻ ആരൊക്കെ കഷ്ടപ്പെട്ടോ അവരുടെ തലക്ക് തന്നെ നീ പ്രത്യുപകാരം കൊടുത്തു. നന്ദികേടാണല്ലോ ഇവന്റെ ജീവിത പുസ്തകം നിറയെ.
പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? മുത്തശ്ശി, വ്യക്തമായ കാര്യങ്ങൾ അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. എന്താണ് നിനക്ക് ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ? ജയേട്ടൻ നിന്റെ വല്യമ്മാവനോ അമ്മായി അച്ഛനോ ആണെന്നുള്ള കാര്യം നീ വിട്ടുകളയും. ജയേട്ടൻ ഇങ്ങനൊരു ദുഷ്ടത്തരം ചെയ്യുന്ന അങ്ങേരുടെ ശത്രുവായ ഇന്ദ്രജ പോലും പറയില്ല. പോലീസുകാരല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല ചില പോലീസുകാരെ. ഇനി ഇന്ദ്രജമ്മായി പറഞ്ഞിട്ട് മരുമകൻ ചെയ്താണോന്ന് ആർക്കറിയാം? മീനാക്ഷി, ഇന്നിവിടെ അടി പൊട്ടും. ഒരടിയും പൊട്ടില്ല. ഇവനൊരു മണ്ണുണ്ണിയ. ഭാര്യ തുറിച്ചു നോക്കിയാ വിറയ്ക്കും. ഞാൻ സംശയിച്ചത് സത്യം തന്നെയാ. എന്ത് തെളിവുണ്ടായിട്ടാ എന്റെ അച്ഛനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? അവൻ ആദർശധീരനായ ഒരു ആന്റി കറപ്ഷൻ ACP തെറ്റ് കണ്ട ക്ഷമിക്കില്ല. കുറ്റക്കാരാണെന്ന് കണ്ടാൽ ആരും കയറി അങ്ങ് അറസ്റ്റ് ചെയ്യും. പിന്നൊരു ഗുണമുണ്ട്, ചെമ്പകമംഗലത്തുള്ളവരെ മാത്രമേ ഈ മഹാൻ അറസ്റ്റ് ചെയ്യൂ. എല്ലാവരും കൂടി എത്ര വേണമെങ്കിലും എന്നെ ഹറാസ് ചെയ്തോ. ഈ കൊലപാതകത്തിൽ വല്യമ്മാവനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ അറസ്റ്റ് ചെയ്തത്. നീ ജയേട്ടൻ ഇനി വല്യമ്മാവനൊന്നും വിളിക്കണ്ട. അത് നിനക്ക് അപമാനമായിരിക്കുമല്ലോ. വല്ല ക്രിമിനലിനോ പ്രതിനോ ഒക്കെ വിളിച്ചാ മതി. അല്ല, നിങ്ങൾക്ക് എന്റെ അച്ഛനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതേത് കാര്യത്തിലാണെന്നും കൂടി പറഞ്ഞാൽ കൊള്ളാം. അത് ആ മായമ്മയും വല്യമ്മാവനും തമ്മിലുള്ള ഇടപെടലിൽ എനിക്ക് സംശയം തോന്നി. ആ ഇടപെടൽ എന്താണെന്നാ മീനാക്ഷി ചോദിച്ചത്? അത് ഞങ്ങൾക്ക് അറിയണം. അത് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും വിഷമം തോന്നരുത്. എന്ത് വിഷമം? എന്റെ മകനെ നിങ്ങൾ അഴിക്കകത്തിട്ട് പൂട്ടിയില്ലേ? അതിലപ്പുറം ഇനി എന്ത് വിഷമം തോന്നാനാടാ? ഞാൻ പറയാം. ഈ സംശയം ഇവിടെ എത്തി പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള മറുപടി അച്ഛൻ കൊടുത്തു. എടോ, മനോരോഗമുള്ള മാനസികാവസ്ഥയിൽ കാണുന്ന പലതും ഇത്തരം തെറ്റായ സംശയങ്ങളായിരിക്കും. ആ സംശയങ്ങൾ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറരുത്. പോലീസിന്റെ നിർവചനം എന്താണെന്ന് നിനക്കറിയാമല്ലോ. പൊളൈറ്റ്, ഒബീഡിയന്റ്, ലോയൽ, ഇന്റലിജന്റ്, കറേജിയസ് ആൻഡ് എഫിഷ്യന്റ്. നീ സേനയിൽ ജോലി കിട്ടിയപ്പോ നീ ആദ്യം പഠിച്ചതായിരിക്കും. എപ്പോഴും മറക്കുന്നു അത് തന്നെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്ന എന്റെ ഡ്യൂട്ടിയാ. എന്നെ ഏൽപ്പിക്കുന്ന കേസിലെ പ്രതി എന്റെ അച്ഛനാണെങ്കിലും അമ്മാവനാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശരിയായ ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. നിൽക്ക്. അമ്മയും മകനും എന്ന ബന്ധം മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ ഭർത്താവ് തെറ്റുകാരനല്ലെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ എല്ലാവരും എന്തെല്ലാം കുരുക്കിട്ട് മുറുക്കി ജയിലിലേക്ക് അയച്ചാലും ശരി, എന്റെ ഭർത്താവ് കുറ്റക്കാരനല്ലെന്ന് ഞാൻ തെളിയിക്കും. ഇന്ത്യൻ പീനൽ കോഡിൽ അടിയുറച്ച വിശ്വാസമുണ്ട് എനിക്ക്. അതുകൊണ്ട് നീ വിലങ്ങിട്ട് എന്റെ ജയേട്ടന്റെ കൈകൾ സ്വതന്ത്രമാക്കി എന്റെ ജയേട്ടന് ഞാൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഇത് നിന്നെ വളർത്തിയ ഈ അമ്മയുടെ വാത്സല്യം പോകാതെയുള്ള വെല്ലുവിളിയായി എന്റെ മകൻ കരുതിക്കോ. ഈ ചെമ്പകമംഗലത്ത് ഒരു കൊടുങ്കാറ്റാഞ്ഞ് വീശി തുടങ്ങി. ഇനി ഒരു ഉരുൾപൊട്ടല. ഈ തറവാട് കടലെടുക്കും.
അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോവൂ. മീനാക്ഷി, താനിങ്ങനെ എന്നോട് പിണങ്ങാതെ. എനിക്കാരോടും പിണക്കവും ഇണക്കവും ഇല്ല. താനൊന്ന് സമാധാനപ്പെടാനാ ഞാൻ പറഞ്ഞത്. എന്റെ അച്ഛൻ സബ് ജയിലിൽ കിടക്കുമ്പോ ഞാനെന്താ നിങ്ങളോട് തമാശ പറഞ്ഞ് രസിക്കണോ? എന്റെ അച്ഛൻ എന്റെ ജീവന്, ആ ജീവന് ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കിടക്കുന്നത്. എന്റെ അച്ഛന് നിങ്ങൾക്ക് വിലയില്ലായിരിക്കും, പക്ഷെ എന്റെ അച്ഛൻ എനിക്ക് വലിയ ആള് തന്നെയാ. മീനാക്ഷി, വല്യമാവൻ കുറ്റക്കാരൻ തന്നെയാ. അതുകൊണ്ടാ ഞാൻ അറസ്റ്റ് ചെയ്ത് കോർട്ടിൽ ഹാജരാക്കിയത്. എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയരുത്. എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് അല്പം മുൻപ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മീനാക്ഷി. ആ മായമ്മയോടൊപ്പം 2 പ്രാവശ്യം സംശയാസ്പദമായ രീതിയിൽ ഞാൻ വല്യമാവനെ കണ്ടതാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അച്ഛനെ ഞാൻ അവിശ്വസിക്കില്ല. എന്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം. പണം കൊടുത്തു പോലും. എന്റെ അച്ഛൻ ഒരു പരോപകാരിയാ. ആരുടെ വിഷമം കണ്ടാലും അച്ഛൻ അവരെ സഹായിക്കും. അത് വ്യക്തമായിട്ട് എനിക്കറിയാം. അവർക്ക് ഇത്തിരി പൈസ കൊടുത്തതൊക്കെ നിങ്ങൾ ഇത്ര തെറ്റായിട്ട് കാണുന്നത് എന്തിനാ? എല്ലാ തെളിവുകളും വല്യമാവനെതിരായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ തെളിവ് വല്യമാവന്റെ വാച്ചായിരുന്നു. എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ആ തെളിവ് നിങ്ങൾ മറന്നുപോയി. എന്ത് തെളിവ്? നിങ്ങളുടെ വല്യമാവൻ എന്ന തെളിവ് തന്നെ. കുട്ടിക്കാലം മുതൽ നിങ്ങൾ കണ്ടു വളർന്ന ചെമ്പകമംഗലത്തെ ജയരാമൻ എന്ന വലിയ തെളിവ്. ആ മനുഷ്യന് ഒരു ഈച്ചയെ പോലും കൊല്ലാനാവില്ലെന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് പോലും നിങ്ങൾക്കില്ലെങ്കിൽ ഈ കാക്കയോട് നിങ്ങൾ കാണിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹം. നിങ്ങള് രാജിവെച്ച് വേറെ വല്ല പണിക്ക് പോണം. മീനാക്ഷി, ഇവിടെ ഇടിയും മഴയും തുടങ്ങി. തുടരെ തുടരെ 3-4 വെള്ളിടി വെട്ടണം. തമ്മിലടിച്ച് 2 എന്നേക്കുമായി പിരിയണം. എന്റെ അച്ഛന് ദൈവം ഒത്തിരി പരീക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെയാ. അച്ഛൻ നിരപരാധിയാണെന്ന് ഞാൻ കോടതിയുടെ മുൻപിൽ തെളിയിക്കും. അതിലൊരു സംശയവും വേണ്ട. മീനാക്ഷി, ആ മായമ്മയെ കൊന്നത് വല്യമാവൻ തന്നെയാ. മിണ്ടരുത് നിങ്ങള്. അത്രടം വരെയായോ? ഞാനൂലും 10 വിടർത്തുന്നു. അവൻ ചാടി അടിക്കടി. മീനാക്ഷി, നീ പരിസരം മറന്ന് സംസാരിക്കുന്നു. ഞാനൊന്നും മറന്നല്ല സംസാരിക്കുന്നെ. നിങ്ങളുടെ കഴിവുകേടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നെ. എന്റെ അച്ഛനോടും അമ്മയോടും അതുവഴി ഈ ചെമ്പകമംഗലത്തോടും പകയും പ്രതികാരമുള്ള 3 പേരെയാ നിങ്ങൾ മറന്നത്. ഇന്ദ്രജ, വൈശാഖ്, പിന്നെ നിങ്ങളുടെ പഴയ ഭാര്യ മൈഥിലി. പല പ്രാവശ്യം ഈ പറഞ്ഞവരെല്ലാം ചേർന്ന് എന്റെ അമ്മയും അച്ഛനെയും ചിലപ്പോഴൊക്കെ നിങ്ങളെയും ഇല്ലാതാക്കാൻ നോക്കി. ഈ മായമ്മ കൊലക്കേസിന്റെ പിന്നിലും അവരുടെ കറുത്ത കരങ്ങളില്ലേ? അവരുടെ കോൺസ്പിറസി ഇല്ലേന്ന് നിങ്ങൾ ചിന്തിച്ചോ? മരമണ്ടന്മാരായ മനുഷ്യർക്കുണ്ടാവുന്ന കോമൺ സെൻസ് പോലും ഇല്ലാത്ത നിങ്ങള് എവിടുത്തെ പോലീസുകാരനാണെന്നാ പറയുന്നേ? ഒരു ACP. മീനാക്ഷി, അത് കലക്കി. താക്കോല് പോലെ ഇരിക്കുന്നെങ്കിലും ഈ മണ്ണുണ്ണിയേക്കാളും ബുദ്ധി മീനാക്ഷിക്കുണ്ട്. എങ്കിലും എനിക്ക് കാർത്തിയോട് അടുക്കാനുള്ള വഴി മീനാക്ഷി തന്നെ വെട്ടിത്തെളിക്കുന്നുണ്ട്. കാർത്തി ഇപ്പൊ ഫുഡ് കഴിക്കാൻ വരും. ഇത്രയും
ഇത്രയും വഴക്കിട്ട സ്ഥിതിക്ക് വിളമ്പിക്കൊടുക്കാൻ എന്തായാലും അവൾ വരില്ല. എനിക്ക് വിളമ്പിക്കൊടുക്കാൻ പറ്റും. കാർത്തിയോട് പതുക്കെ അടുക്കണം. പുരയ്ക്ക് തീ പിടിക്കുമ്പോഴാണല്ലോ വാഴ വെട്ടേണ്ടത്. അവൻ വരുന്നുണ്ട്. പെട്ടെന്ന് ചാടി വീഴണം. മാറി നിൽക്കാം. ആരെയും കാണുന്നില്ലല്ലോ. ഈ മീനാക്ഷി ഇത് എവിടെ പോയതാ? അയ്യോ, കാർത്തിക്ക് ഫുഡ് വിളമ്പി തരാൻ ആരുമില്ലേ? എന്തൊരു കഷ്ടമാണിതൊക്കെ. ഞാൻ വിളമ്പി തരാം എന്റെ കാർത്തിക്ക്. എന്നാലും ഫുഡ് വിളമ്പിത്തരാൻ മീനാക്ഷി വന്നില്ലല്ലോ. ഇവൻ എന്നോട് കൂടി ഇരിക്കാൻ പറയുന്നില്ലല്ലോ. ഇയാളൊരു റൊമാൻറ്റിക്കേ അല്ല, ഒരടൻ. എന്നാലും മീനാക്ഷി കാർത്തിയോട് കാണിക്കുന്നത് ഒട്ടും ശരിയല്ലെന്നാ എന്റെ പക്ഷം. ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ടാവും. അതൊക്കെ സാധാരണവും സ്വാഭാവികവുമാണ്. അതിനൊക്കെ ഇത്തരം ക്രൂരതകൾ പാടില്ല. ഭർത്താവ് ഒരു തീരുമാനമെടുത്താ അത് തെറ്റായാലും ശരിയായാലും ഭാര്യ കൂടെ നിൽക്കണം. അതാ അതിന്റെ ന്യായം. കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഭർത്താവാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എല്ലാം. ഭർത്താവായിരിക്കണം ദൈവം. അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ ഏത് തൊപ്പിയോ ആയാലും ശരി, പോയി പണി നോക്കാൻ പറയണം. താലി കെട്ടിയവനാ വലുതെന്ന് തെളിയിച്ചു കൊടുക്കണം. അതെങ്ങനെ? പവിത്രവും പരിശുദ്ധവുമായ താലിമാലയുടെ വില ഇവളൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ? അല്ലെങ്കിലും ഈ മീനാക്ഷി ഇവിടെ വന്ന കാലം മുതല് ഒരു നെഗറ്റീവാ അല്ലേ? ഇവള് വേണമെങ്കിലേ കെട്ടിയോന്റെ ഫുഡിൽ വിഷം കലക്കി തരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനും എന്റെ ഭാര്യ മീനാക്ഷിയുമായി പല പ്രശ്നങ്ങളും കാണും. അതിനിടയിൽ കയറി വന്ന് മുതലെടുക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. അവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ചെകുത്താന്റെ വേദോപദേശം. നീ എത്രത്തോളം എന്നെ ചവിട്ടിത്തേക്കാൻ ശ്രമിച്ചാലും അതിനതിന് ഞാൻ ഉയർന്നു വരും. വീണ്ടും ഞാൻ നിന്റെ അടുത്തേക്ക് വരും. എനിക്ക് നിന്നെ വേണം, മീനാക്ഷിയെ തോപ്പിക്കാൻ. എന്നാലും മീനാക്ഷി എന്നോട് മിണ്ടാതിരിക്കുന്നത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ? അതെ, വാതിലൊന്നും അടയ്ക്കണ്ട. കൊതുകും പാറ്റയൊക്കെ കയറും കാർത്തി. കൊതുകോ പാറ്റയോ എന്ത് വേണമെങ്കിലും കയറിക്കോട്ടെ. നിന്നെക്കാളും ഭേദമാണല്ലോ അതൊക്കെ. കാർത്തി, എന്തായത്? പാല്. എനിക്ക് പാലും പഞ്ചസാരയൊന്നും വേണ്ട. കൊണ്ടേ ദൂരെ കളഞ്ഞേക്ക്, അല്ലെങ്കിൽ താൻ കുടിക്ക്.
വിളിച്ചു നോക്കാം. മീനാക്ഷി ഫോണും എടുക്കുന്നില്ലല്ലോ. എന്താ കാർത്തി, വല്ലാത്ത ടെൻഷൻ പോലെ? എന്താ വിഷമിച്ചിരിക്കുന്നെന്ന്? ഒന്നുമില്ല, ഒരു ചെറിയ തലവേദന. എന്താ ഇത്? അല്ല, ഞാൻ തല മസാജ് ചെയ്തുതരാം, അപ്പൊ തലവേദന മാറും. ഏയ്, അതൊന്നും വേണ്ട. എന്നാ പിന്നെ ഞാൻ തലവേദനയ്ക്കുള്ള ഗുളിക എടുത്തോണ്ട് വരാം. എനിക്ക് ഗുളികയും വേണ്ട, ടോണിക്കും വേണ്ട. എന്താ കാർത്തി ഇത്? മൈഥിലി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മീനാക്ഷി ഇല്ലാത്ത നേരം നോക്കി അതും ഇതൊക്കെ പറഞ്ഞ് നീ എന്നോട് അടുക്കാൻ നോക്കണ്ട. എനിക്കെന്റെ മീനാക്ഷി അല്ലാതെ മറ്റാരോടും ഒരടുപ്പമില്ല. ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടിയ ഒരു മുറിയിൽ ഒന്നിച്ച് താമസിക്കാൻ നിന്നെ സമ്മതിച്ചത്. നീ നിന്റെ കട്ടിലിൽ കിടന്ന് ഉറങ്ങിയേക്കണം. ഇങ്ങോട്ട് അടുക്കാൻ പോലും നോക്കരുത്.